അയോധന കലയ്ക്ക് അയോധന കലകള് നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട് ബോർഡറിൽ നിന്ന് കളരിപ്പയറ്റിൽ നിന്ന് ഇവിടുന്ന് വണ്ടി കയറിയതാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ശരിക്കും കയറിയതാണ് അദ്ദേഹം. ചൈനയിലേക്ക് എത്തി, ടിബറ്റിലൂടെ ചൈനയിലേക്ക് എത്തി, ചൈനയിൽ ഇത് സ്ഥാപിച്ചു. ബുദ്ധന്റെ ടെക്നിക്കുകൾ, ബുദ്ധന്റെ 24ാമത്തെ ബുദ്ധൻ, അദ്ദേഹം പല്ലവ വംശത്തിൽ പെടുന്ന രാജകുമാരനാണ്, രാജാവിന്റെ അഞ്ചാമത്തെ മകനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഗുരു, പല്ലവ രാജവംശത്തിലെ ഗുരു ഉള്ള ശക്തി, പവർ എല്ലാം അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ ഈ ഒരു പാതയിലേക്ക് നയിച്ചു. ഒരുപാട് കഥകൾ അതിന്റെ പിന്നിലുണ്ട്. ഞാൻ അത് കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ശക്തി, പവർ, ആ പവറിനെ പറ്റിയാണ്. ആ പവറാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഊർജം ഈ എനർജിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഇത് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാം. അപ്പൊ എത്രയും പ്രാചീനമായ സോഴ്സ് ആണിത്. ശരിക്കും എത്രയും ആൻഷ്യന്റ് ആയിട്ട്. ഈ മഹാഭാരത കഥയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുന്തി ദേവിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഊർജ്ജ സ്രോതസ്സും ടെക്നിക്കുകളാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കിലൂടെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. കുന്തി ദേവി അന്ന് ചെയ്തിരുന്നത് ത്രൂ മന്ത്രാസിലൂടെയാണ്. മന്ത്രം ഒരിക്കലും ഫെയിലർ അല്ല, പക്ഷെ അത് ഉപയോഗിക്കുന്ന ആളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ടെക്നിക്സുകളുടെ അഭാവം, അതൊക്കെ കൊണ്ടാണ് അത് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അന്ന് കാലത്ത് ശ്രീരാമനായാലും ശരിക്കും ഏത് പഴയ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണനായാലും അവരെല്ലാം യൂസ് ചെയ്തിരുന്ന മന്ത്രങ്ങളാണ്. അപ്പൊ ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് അവര് സാധനങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം, ഈ 5 തത്വങ്ങളെയും കൺട്രോൾ ചെയ്തിരുന്നത് ത്രൂ മന്ത്രാസിലൂടെയാണ്. അപ്പൊ ഈ ഒരു തത്വങ്ങളാണ് നമ്മുടെ സിസ്റ്റത്തിലും ഉള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് എന്താണ് വേണ്ടത്? നമുക്ക് അൺലിമിറ്റഡ് അബൻഡൻസ്, ഐശ്വര്യം വേണം. അത് യൂണിവേഴ്സിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കത് എങ്ങനെ എടുക്കാം, എങ്ങനെ കൊടുക്കാം എന്നറിയാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതേപോലെ നമുക്ക് ആരോഗ്യം വേണം, നമുക്കതുണ്ട്. നമുക്ക് എവിടെയാണ് കുറവെന്ന് മനസ്സിലാക്കി അത് റീഫിൽ ചെയ്യുക. യൂണിവേഴ്സിൽ നിന്ന് എടുത്തിട്ട് അത് റീഫിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ റീഫിൽ ആവുമ്പോഴാണ് നമുക്ക് ആനന്ദം വരുന്നത്, ഹാപ്പിനെസ് വരുന്നത്. നമ്മുടെ ഉള്ളിൽ 100,000 ചിന്തകളാണ്, 20,000 30,000 ചിന്തകളാണ് 24 മണിക്കൂറിനുള്ളിൽ. ബിസിനസ് സംബന്ധമായ കാര്യം ശരിയായിട്ട് തീരുമാനിക്കാൻ കഴിയാ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇത് വേണോ, ഇത് നടക്കുമോ, നടക്കില്ലേ? കാരണം നമ്മൾ ടോട്ടലി ആണ്. നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ചിന്തയിലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അതിന്റെ ഒരു ബ്ലോക്സ് വരും. ഇങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ആയിരിക്കുമോ? അപ്പൊ നമുക്ക് വിജയിക്കുന്നതിന് നമുക്കൊരു അട്രാക്ഷൻ വേണം. നമുക്ക് നമ്മളോട് തന്നെ സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആവശ്യമാണ്. ശരി പറഞ്ഞാൽ ഒരു കാന്തം, ഇരുമ്പ് പോലെ നമുക്ക് നമ്മുടെ ചിന്തകളെ ആകർഷിക്കാൻ കഴിയും, ശരിയായ ചിന്തകൾ. അത് മാത്രമല്ല, അത് ബാലൻസ് ചെയ്യാൻ കഴിയണം. നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് അതിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയണം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് നിങ്ങളെ റിലാക്സ് ചെയ്യുകയാണ്. ഇതിലധികം എനിക്ക് പരിചയമുള്ളവരും എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. അപ്പൊ നമുക്ക് ആ ഒരു സാധനക്രമത്തോടെ തന്നെ പോവാം. ഓക്കെ, എന്നാൽ ഒന്ന് ക്ലോസ് ചെയ്യാം, കണ്ണടയ്ക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. ഈ എനർജി അനുഭവിക്കാൻ കൂടി വേണ്ടിയാണ്. നട്ടലൊക്കെ നിവർന്നിരിക്കുക, കണ്ണടച്ച് ശാന്തമായി സ്വസ്ഥമാവുക. ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ശ്രീപിന്ന ഗുരു മ്യൂസിക് ഉണ്ട്. 5 മിനിറ്റ് മനസ്സിനെ സ്വസ്ഥാക്കുക, ശാന്തമാക്കുക, റിലാക്സ്ഡ് ആവുക. എല്ലാവരും ഇപ്പൊ വന്ന ഹറിബറി എന്നൊക്കെ മാറി ഒന്ന് സ്വസ്ഥമാവാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഗുരു? ആ ഗുരുവിനെ തിരിച്ചറിയുക.
ശാന്തമായ ഓക്കെ സർ.
ഓക്കെ, സാവധാനം കൈകൾ കുടിച്ചിരുമ്പോൾ ഓപ്പൺ യുവർ ഐസ്, മുഖത്ത് തലോട്. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ സ്വസ്ഥമായി ശാന്തമായി. ഇതാണ് ധ്യാനം. ധ്യാനം എന്ന് വെച്ചാൽ ഈശ്വരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈശ്വരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആവണം, വളരെ സ്വസ്ഥമാവണം. അപ്പൊ നമ്മൾ ഒരു ക്ഷേത്രം പോലെയാണ് ചെയ്യുന്നത്. ക്ഷേത്രമാണെങ്കിൽ നമ്മുടെ ദേഹശുദ്ധി മസ്റ്റാണ്, പ്യൂരിഫൈ ചെയ്യാം. അതേപോലെ നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്യാം. ബോഡി, മൈൻഡ്, സോൾ. ബോഡി ക്ലെൻസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ ഉള്ളിൽ ഇന്നർ പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. അതിനാണ് നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സുകൾ ചെയ്യുന്നത്. അതേപോലെ ഭാവശുദ്ധി വേണം, അതായത് ഇമോഷണലായിട്ട് ക്ലീൻ ആവണം. ഇമോഷണലായിട്ട് ക്ലെൻസിങ് നടക്കുമ്പോൾ ശുദ്ധി സിസ്റ്റമായിട്ട് കണക്ട് ആണ്. അപ്പോൾ ത്രോട്ട് ചക്ര കറക്റ്റ് ആവുമ്പോൾ, ത്രോട്ട് കറക്റ്റ് ആവുമ്പോൾ നമ്മുടെ പവർ എന്തോ അത് മന്ത്രമാണ്. ആ മന്ത്രം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നോ അനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. അതിന് പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് പോകുന്നത്. സ്വയം അനുഭവിച്ച ആ അനുഭവമാണ് നിങ്ങൾക്ക് ഗുരുവിൽ നിന്ന്, സദ്ഗുരുവിൽ നിന്ന് ലഭിച്ച ശക്തി, ആ പവർ യൂസ് ചെയ്ത് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പൊ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ സെക്കൻഡ് ലെവൽ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ സ്കാൻ ചെയ്യാം, ചിന്ത കൊണ്ട് ചെയ്യുന്നു. കറക്റ്റ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇതിൽ ഫസ്റ്റ് ലെവലാണ് നമ്മളോട് ചെയ്യുന്നത് വെച്ചാല് ബോധിധർമ്മ റേക്കി എന്നുള്ള രീതിയാണ്. ചക്കായ സാറേ, ഒന്നും കേൾക്കണില്ല. ഒന്നും കേൾക്കാല്ലേ സാർ? ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, റൈറ്റ്. നെറ്റ് ഇഷ്യൂ ആണ്, അതിന്റെ ശരിയായി. ഓക്കെ. അപ്പൊ എനർജി ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഫസ്റ്റ് ലെവൽ ഓഫ് റേക്കി എന്തൊക്കെയാണ് സബ്ജക്റ്റുകൾ, അതിന്റെ ഗുണവും പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് അതിന്റെ മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യാണ്. ടെസ്റ്റിമോണിയൽസുകൾ, എക്സ്പെരിമെന്റുകൾ, അതെങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് തിരിച്ചറിയിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതില് ബോധിധർമ്മ റേക്കി എന്ന് വെച്ചാല് ഉസൂയി റേക്കി പ്ലസ് ബോധിധർമ്മനെയും കൂടി കണക്ട് ചെയ്ത് ചെയ്യുന്ന അതിശക്തമായ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ശരിക്കും സിമ്പിൾ ആണ്, പക്ഷെ വളരെ നിഗൂഢമാണ്. അതിൽ ഗുരുവിനാണ് അതിൽ കൂടുതൽ പവർ കിട്ടുന്നത്. പവർ ആ ഗുരുവാണ് അത് കൊടുത്ത് ശിഷ്യന്മാരെ കറക്റ്റ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പൊ ഈ ബോധിധർമ്മ റേക്കി എന്നുള്ള ഈ സബ്ജക്ട് നമ്മൾ 21 ദിവസത്തെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. 21 days പ്രോഗ്രാം, സ്പിരിച്വൽ പ്രോഗ്രാം. അപ്പൊ ഈ സ്പിരിച്വൽ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അത് കഴിഞ്ഞാല് ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാല് ലാമഫുറയിലേക്ക് നിങ്ങൾ യാത്രയാവണം. എന്താണ് ലാമഫുറ? ബുദ്ധനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാം ബുദ്ധന്റെ ടെക്നിക്സുകളാണ് ചെയ്യുന്നത്. ഇത് ഹിന്ദുയിസം തന്നെയാണ്, വേറെ മതങ്ങളൊന്നും മിക്സിംഗ് ഇല്ല. പക്ഷെ ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമാണ് ശരിക്കും പറഞ്ഞാൽ. ലവ് ആണ്, പ്യുവർ ലവ് ആണ് അദ്ദേഹം. പിന്നെ അതൊരു സിസ്റ്റമായിട്ട് മാറി, ഒരു മതമായിട്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ് അതിന്റെ ടെക്നിക്സുകൾ. അപ്പൊ ലാമന്മാര്, ബുദ്ധന്റെ ശിഷ്യന്മാര് ചെയ്യുന്ന റിച്വൽസുകളും ചടങ്ങുകളും. അപ്പൊ അതാണ് നമ്മൾ പഠിച്ചിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു ഇത് ഹൈ പ്രോസസ്സാണ്, ഒരുപാട് ശക്തമായ പ്രോസസ്സാണ്. അത് ചെയ്ത്
നമ്മൾ അതിൽ സക്സസ് ആവണം. ഓരോ തലങ്ങളും പോകുന്നതോറും ഒരു താമര വിരിയുന്ന പോലെ ഓരോ ഇതിലും വിരിഞ്ഞ് വിരിഞ്ഞ് ഓപ്പൺ ആവുന്ന പോലെയാണ് ഇതിൽ പ്രോസസ്സ്. അപ്പൊ നമ്മൾ ഓരോ ഈ പഠിച്ചു തന്നെയാണ് ഹയർ ലെവലിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആഴത്തിലാണ് പഠിക്കുന്നത്. വളരെ ആഴത്തിൽ അത് പഠിച്ച് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴേക്കാണ് മൂന്നാമത്തെ തലത്തേക്ക് വരുമ്പോൾ ബോധിധർമ്മ സൂത്ര എന്ന് നമ്മൾ ഇന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് 2.0 നമ്മൾ 100 മടങ്ങ് എനർജി നമുക്ക് 10,000 മടങ്ങാക്കി മാറ്റാൻ പറ്റും. നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം? ഫിസിക്കൽ ആണോ, മെന്റൽ ആണോ, ഇമോഷണൽ ആണോ, ഏത് തലത്തിലുള്ളതിനെയും ചേഞ്ചസ് ആക്കാൻ കഴിയും. നമുക്ക് അതീന്ദ്രിയമായത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. ഇവിടെ അത് അനുഭവിച്ചവരും കഴിവുണ്ടായവരും അനുഭവിച്ചവരും അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാനിത് തുറന്നു പറയുന്നത്. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാം. ഗുരുവിൽ ഉണ്ടാവുന്ന പൂർണ്ണമായ നിങ്ങളുടെ വിശ്വാസമാണ് അത് വിജയത്തിന്റെ ഇതിന്റെ ഹേതു. അതായത് നമ്മുടെ ഹൃദയമായിട്ടുള്ള ഗുരുവായിട്ടുള്ള കണക്ഷൻ. ഗുരു മീൻസ് ബോധിധർമ്മനാണ്, ഞാനല്ല. ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അപ്പൊ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. മന്ത്രം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നമ്മളാണ് ശരിക്കും പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ പരാജയത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. നമ്മളെല്ലാവരും ലാഭം നോക്കിയിട്ടും ബെനിഫിറ്റ് നോക്കിയിട്ടാണ് ഏത് ഇതിലും കയറുള്ളൂ. അപ്പൊ ഇവിടെ 100% നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, സയൻസ് തന്നെയാണ്, സയൻസ് ബിയോണ്ട് സയൻസ് ആണ്. ബോധിധർമ്മ സൂത്ര 2.0 ഈ സയൻസ് ബിയോണ്ട് സയൻസ് ആണ്. കാരണം സയൻസ് അത്രയ്ക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ സയൻസ് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ അടുത്തേക്ക്. അപ്പൊ പഴയ തത്വം തന്നെയാണ്, അതായത് പുതിയ കുപ്പിയിലേക്ക് അതായത് വീഞ്ഞ് മാറ്റി പുതിയ കുപ്പിയിലേക്ക് തരുന്ന പോലെ പഴയ സംഭവം തന്നെയാണ് തരുന്നത്. അത് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ ഈ ടെക്നിക്സ് ഉണ്ട്. പക്ഷെ നമുക്കത് അറിയില്ല എന്ന് മാത്രം. പക്ഷെ പല ജന്മങ്ങളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരേ ഗുരു, ഇതിലെല്ലാവരുടെയും ഗുരു ഒരേ തലത്തിൽ വരുന്നവരാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ വരുന്നവർ ഓരോരോ പില്ലേഴ്സ് ആണ്. ആ പില്ലേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്ത് ഇത് വലിയൊരു കറക്റ്റ് ആക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ശക്തമാവണം. അപ്പൊ നിങ്ങളുടെ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൽ എനർജി ലഭിക്കുന്നത് ഏഞ്ചൽസ്, മാലാഖയിലൂടെയോ ദേവന്മാരോ ദേവതകളിലൂടെയാണ്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ആ ചൈതന്യങ്ങളിനെ നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കണം. മാനുഷികമായല്ല, ദൈവികമായിട്ട്. ദൈവികമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സംശയത്തോടെ ഇരിക്കുന്നവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അവരെപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കും, ജീവിതാവസാനം വരെ സംശയത്തിലായിരിക്കും. പൂർണ്ണമായിട്ടും ഗുരുവിലെ വിശ്വാസത്തോട് കൂടിയിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ ആ മെന്റൽ ക്ലാരിറ്റിയാണ് ഇതിൽ പ്രധാനം. ആ മെന്റൽ ക്ലാരിറ്റി ഡിവോഷനിലൂടെ, ഭക്തിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ജേർണിയിൽ യാത്ര ചെയ്യാം. ഈ യാത്ര സൂപ്പർ സക്സസ് ആവും. അതായത് നമ്മൾ പോകുന്നത് ഫിസിക്കൽ, നമ്മുടെ ഈ ലൈഫ് ജീവിതവും മുന്നോട്ട് പോകുന്നു, അതോടെ സ്പിരിച്വൽ ജേർണി കൂടിയാണ്. രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോകാനുള്ള കഴിവ് ഉണ്ടാക്കി തരികയാണ് ഗുരു ഇവിടെ നിങ്ങളിലേക്ക് ചെയ്യുന്നത്. അപ്പൊ ആ കണക്ഷൻ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവനായിട്ട് ദൈവിയായിട്ടുള്ള കണക്ഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു സ്വിച്ച് ബോർഡ് പോലെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് എത്തുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷം അത് അതിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അപ്പൊ അത് കൊണ്ടുവരാനുള്ള വഴി കൂടിയാണ് ബോധിധർമ്മ സൂത്ര. ആ വഴിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ഫൈനലായി എന്ന് കണ്ട ഗുരു നിശ്ചയിക്കും ബോധിധർമ്മ മഹാഗുരു എന്ന ഏറ്റവും വലിയ ശക്തമായ ഒരു ചൈതന്യ ഇതിലേക്ക്. അത് ഗുരു തീരുമാനിക്കണം. ഇതൊരു ടോട്ടലി ഒരു 60 to 90 days. നോർമൽ പേഴ്സൺ ആണെങ്കിൽ, ശരിക്കും സൂപ്പർ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈടെക് പേഴ്സൺ ആണെങ്കിൽ 30 days ഇതെല്ലാം കിട്ടും. എല്ലാത്തവർക്കും 60 days 90 days. ഇങ്ങനെയുള്ള ഒരു കാര്യം 90 days ഇത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ പറ്റും. മഹാഗുരുവിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. നമ്മൾ തന്നെയാണ് നമ്മുടെ മാസ്റ്ററെ ആവുക. നമ്മൾ തന്നെയാണ് ആ മാസ്റ്റർ ആവുന്നത്. ആരുടെ? നമ്മളെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ നിങ്ങളാരും വേറൊരാളുടെ മാസ്റ്ററിലാവും. നിങ്ങൾക്ക് അതെപ്പോ വേണേ ആവാം. പക്ഷെ നിങ്ങളിവിടെ മാസ്റ്ററെ ആവുന്ന ആരുടെ? നിങ്ങളുടെ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പരാജയത്തിൽ നിന്നുള്ള മാസ്റ്റർ, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് സക്സസ്, നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് മുക്തി, നിങ്ങളുടെ ജീവിത വിജയം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെല്ലാം സക്സസ് ആക്കി എടുക്കാനുള്ള ഒരു വേദി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ, ഈ യാത്രയിലൂടെ എൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ കാണാം. നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? നിങ്ങൾ ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്ന അത്രേ ഉള്ളൂ. മോർണിംഗിൽ ഒരു മെഡിറ്റേഷൻ സാധനം, 21 days മോർണിംഗ് മെഡിറ്റേഷൻസ്. അതിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹൈടെക് ടെക്നിക്സുകളാണ് അവിടെ ഷെയർ ചെയ്യുന്നത് ഓരോ ദിവസവും. നിങ്ങൾക്ക് ലിങ്ക് ഇവിടെ PRM-നോട്, പബ്ലിക് റിലേഷൻ മാനേജർ ഉണ്ട്, അവരോട് ചോദിച്ചാൽ ലിങ്ക് കിട്ടും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് മോർണിംഗ് സാധനയിലേക്ക് കയറാം.
എന്നിട്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിലാണ് നിങ്ങൾ ബോധിധർമ്മ റേക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതൊരു 10 days പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞ് ലാമഫറ ടെക്നിക്സുകൾ മാസ്റ്റർ ലെവലിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ടാണ് ബോധിധർമ്മ. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ അതാണ്. ബോധിധർമ്മ സൂത്രയിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ഇതെല്ലാം അനുഭവിച്ച് മനസ്സിലാക്കി നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ സ്വയം മനസ്സിലാക്കി അനുഭവിക്കുമ്പോഴേ അതിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ രുചി, അതിന്റെ അനുഭവം അറിയുള്ളൂ. എന്നിട്ടാണ് നിങ്ങൾ അപ്പോഴേക്കും ബോധിധർമ്മ സൂത്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ സാധനകൾ 21 ദിവസത്തോളം ഉണ്ടാവും. 21 പറഞ്ഞാൽ അതിന് പകരം കൂടുതലുണ്ടാവും. മോർ ദാൻ 35 days ഒക്കെ ചിലപ്പോൾ അതിന് വരും. കാരണം അതിലിരിക്കുന്ന ഓരോരുത്തരുടെ എനർജി ലെവൽ വെച്ചാണ് അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. ആ സാധനം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, വേറെ ആളെ മനസ്സിലാക്കാൻ പറ്റും. മന്ത്രജപത്തിലൂടെ തന്നെ പല പല മിറാക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പൊ ഇതിന് ക്വാളിഫൈഡ് ആണോ എന്ന് സ്വയം തിരിച്ചറിയാൻ ഞാനിവിടെ ഒരു എക്സ്പെരിമെന്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു. അതായത് ബോധിധർമ്മൻ നിങ്ങളെ അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കാത്തവർക്ക് ഓട്ടോമാറ്റിക് ഇതെന്ന് അല്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അവർ പോയി പോകണം, ഇതിൽ കയറാൻ കഴിയുന്നില്ല. പക്ഷെ അനുകൂലിക്കുന്നവർക്ക് എങ്ങനെ വന്നാലും അവർ ഇതിലേക്ക് തന്നെ തിരിച്ചു വരും, ഇതിലേക്ക് തന്നെ എത്തും. അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ അവർക്ക് എത്തിയെത്തീരും. സക്സസർ എന്നാണ് അവർ പേര് പറയുന്നത്. സക്സസർ ആവണമെങ്കിൽ ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ ചെറിയ ടെസ്റ്റ്. കാരണം സ്ട്രെയിൻ വരും, ഹൈ എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമസ്തേ മുദ്രയിലേക്ക് വെക്കുക. എല്ലാവർക്കും സ്വയം തിരിച്ചറിയാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഹാർട്ടിൽ ടച്ച് ചെയ്യുക, 3 times ടാപ്പ് ചെയ്യുക, ഇങ്ങനെ നമസ്തേ മുദ്രയിൽ വെക്കുക. ശ്രീലേഷ നമസ്തേ മുദ്രയിൽ എല്ലാവരും. ഓക്കെ, 1 2 3 ടാപ്പ്. ഒന്ന് പ്രാർത്ഥിക്കുക നമ്മുടേതായ രീതികളിൽ. സുപ്രീം കോഡ്, സർവശക്തനായ ദൈവമേ, ബുദ്ധ, ബോധിസത്വ പത്മസംഭാവ, ബോധിധർമ്മ സിദ്ധർ, മഹാഗുരുജി മേലിംഗ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, ഗുരുപരമ്പരകളെ, ഗുരുക്കന്മാരെ, നമ്മൾ വിശ്വസിക്കുന്ന ശക്തികളെ, നമ്മളെ സഹായിക്കുന്ന എല്ലാ ചൈതന്യങ്ങളെ, കുടുംബദൈവങ്ങളെ, കുലദൈവങ്ങളെ, തൊട്ടടുത്തുള്ള പള്ളി, അമ്പലം മുതൽ എല്ലാ പോസിറ്റീവ് എനർജി സോഴ്സുകളുള്ള ഊർജത്തിനോട് നന്ദി പറഞ്ഞു ഈ ഒരു അവസരം ഒരുക്കി തന്നതിനും. ഇതിൻ്റെതായ ബ്ലോക്കുകൾ പലതും നമുക്ക് വരും. അത് ഓൺലൈനിൽ ലൈൻ കട്ടായിട്ട് പല രീതിയിലും വരും. അതൊന്നൊക്കെ സർവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിന് ഈ ക്ലാസ്, ഈ കോഴ്സ് 21 hour പ്രോഗ്രാം പൂർണ്ണമായി അനുഭവിച്ചറിയാൻ കഴിയുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ എല്ലാ ശ്രദ്ധിക്കുക, ചൂണ്ടുവിരൽ ഒഴിച്ച് ബാക്കിയെല്ലാം ലോക്ക് ചെയ്യാം. ചൂണ്ടുവിരൽ ഒഴിച്ച് ബാക്കിയെല്ലാം ലോക്ക് ചെയ്യാം. ചൂണ്ടുവിരൽ മാത്രം ഉയർത്തി വെക്കാം. ചൂണ്ടുവിരൽ കുറച്ച് അകത്തി വെക്കാം. കണ്ണ് തുറന്നും കണ്ണടച്ചും വേണമെങ്കിൽ നോക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. ഈ വിരലിനും രണ്ടും ടച്ച് ചെയ്ത്, അതാണ് നിങ്ങൾ ഈ കോഴ്സിന് ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് ഇത് ടച്ച് ചെയ്യാതെ കൊണ്ടുവന്ന് നോക്കുക. ഈ കോഴ്സ് പഠിക്കാൻ അർഹതയുള്ളവരാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയാം. ഈ രണ്ടുപേരിലും വിരലിന്റെ അറ്റം ടച്ച് ചെയ്യാതെ നോക്കും. ടച്ച് ചെയ്തൊരു നിർത്തുക, അത്രേ ഉള്ളൂ. ടച്ച് ചെയ്തൊരു കൈ വിട്ടേക്കുക. ടച്ച് ചെയ്യാത്തവര് അത്ര നേരം നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര നേരം ടച്ച് ചെയ്യാതെ വെക്കാൻ പറ്റും. ടച്ച് ചെയ്യാതെ നോക്കുക. ഒരിക്കൽ ടച്ച് ചെയ്തവര് കൈ താഴ്ത്തിക്കൊള്ളു, കുഴപ്പം. ആരെപ്പോ ടച്ച് ചെയ്യുന്നു അപ്പൊ കൈ താഴ്ത്തണം. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം, യാത്രയല്ലാത്തവർക്ക് ഓൺ ചെയ്യാം. യാത്രയുള്ളവർ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, കൈൻ്റെ എനർജി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഓൺ ചെയ്യാൻ പറയുന്നത്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം, ഓൺ ചെയ്യുക, ഓൺ ചെയ്യാതെ ഇരിക്കുക. ടച്ച് ചെയ്തൊരു കൈ താഴ്ത്തണം. ടച്ച് ചെയ്യാത്തവര് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക.
ഓക്കെ, റൈറ്റ്. കൈ എടുത്തോളൂ. അപ്പൊ ഇതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങളുടെ കൈ ടച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളുടെ അതിനെ അറിയാം. റൈറ്റ്? കൈകൾ ടച്ച് ചെയ്തോ ടച്ച് ചെയ്തില്ലേ എന്നുള്ളത്. ഓക്കെ, അതിന്റെ ലാസ്റ്റ് എൻഡിൽ ഞാനിത് പറയാം. ടച്ച് ചെയ്തവരുടെ അവസ്ഥ ഇതാണ്, ടച്ച് ചെയ്യാത്തവരുടെ അവസ്ഥ ഇതാണ്. രണ്ടാൾക്കും രണ്ട് മൈൻഡ് സെറ്റ് ആണ്, മനസ്സാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിലെ കാര്യം. അപ്പൊ നമ്മൾ അത് മാത്രമല്ല, ആ മൈൻഡ് സെറ്റിൽ നമുക്കത് വാശി പിടിച്ച് വർക്ക് ചെയ്യിക്കാൻ പറ്റും. മറ്റൊരു വാശി പിടിച്ചാലും വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. രണ്ടു തരം ആളുകളാണ്. നമ്മൾ മനസ്സിനെ ടച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോൾ എന്താവും, അത് ടച്ച് ചെയ്യാൻ പോകുമ്പോഴും ടച്ച് ചെയ്യിക്കാണ്ടിരിക്കാം. വാശിയില്ലാത്തവർക്ക് എന്താണ്, ടച്ചാവും. നമുക്ക് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മളത് കറക്റ്റ് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഒരു എത്ര നേരം വെച്ചാലും ഇത് ടച്ചാവില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിനെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ അത് മനസ്സിനെ പാകപ്പെടുത്തണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തണം. അത്രേ ഉള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചാലും ഇതിലിപ്പോ ഒരാള് പഠിക്കാൻ വരുമോ വരില്ല എന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം. അവർ പറയുന്നുണ്ട്. കാരണം അവരുടെ മനസ്സാണത്. അല്ലെങ്കിൽ 100 കാരണങ്ങൾ അതിന് പറയാം. അതിലെ ഫീസിന്റെ റേറ്റ്, അല്ലെങ്കിൽ അത് സമയമില്ല, അത് ശരിയാവില്ല, അത് എന്നെ കൊണ്ട് പറ്റില്ല, മറ്റൊരു പെർമിഷൻ തരില്ല, മകൻ തരില്ല, മകള് തരില്ല, നാട്ടുകാർ തരില്ല, അങ്ങനെ 100,000 എക്സ്ക്യൂസ് ആയിരിക്കും. ഇപ്പൊ ഇതില് പഠിക്കണം എന്നുള്ളതാണെന്ന് പറയും, സാർ എന്തെങ്കിലും എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് എന്തെങ്കിലും പതുക്കെ ഞാൻ സാവധാനം തരാം, ഞാനത് ഇതാക്കി തരാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. കാരണം അവിടെ അയാൾക്കത് പഠിച്ചേ പറ്റൂ. അപ്പൊ അയാളുടെ ഒരു ന്യൂനതയാണ് ആ തരാനുള്ള ഫണ്ടിന്റെ ഒരു ഇഷ്യൂസ്. അപ്പൊ അയാൾ പറയാം അത് ഇതാണ് പ്രശ്നം. അവിടെ ഗുരുവും ഇതും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ശിഷ്യനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ പ്രധാനം. അവിടെ മണി മൂന്നാമത്തേലേക്ക് വരുന്നു, ഡെഡിക്കേഷൻ ആണ് പ്രധാനം. ഓക്കെ, അപ്പൊ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും, നമുക്കത് സോൾവ് ചെയ്യണ്ടേ. അപ്പൊ ഇത് ബോധിധർമ്മ സൂത്രയിലൂടെ ചെയ്യാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ അതാണ്. നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് അത് നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കാം, വെൽത്ത് ആയിരിക്കാം, ഫൈനാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിരിക്കാം, നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ, ഒരു ദിവസം എത്ര നേരം ഇതിന് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും? അരമണിക്കൂർ, 1 മണിക്കൂർ. അപ്പൊ നിങ്ങളത് അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ 100% നിങ്ങൾക്കുള്ളതാണ് ഈ കോഴ്സ്. അത് മാത്രമല്ല, ഇതിൽ റിസൾട്ടും 100% ആണ്. കാരണം നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടെ ആ ഒരു എനർജി ഫോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് നിങ്ങളുമായിട്ട് കണക്ട്. നമ്മുടെ ഇവിടെ മാത്രമാണ്, കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കാത്തത്. ഇത് ജപ്പാനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാന്റ്, നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിൽ ഓരോ വീട്ടിലും ഇതേപോലുള്ള പല ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യുന്നു. അവര് ലൈഫിൽ കോടീശ്വരന്മാരാകുകയാണ്. ഏത് തലത്തില്? ആധ്യാത്മികമായി മാത്രമല്ല, ഫിസിക്കൽ ലൈഫിലും. ഹൈ ഒരു ബിസിനസ്മാൻ എടുത്ത് നോക്കിക്കോളൂ, ഒരു സക്സസർ എടുത്ത് നോക്കിക്കോളൂ, അവിടെ അവര് ആധ്യാത്മികമായ സാധനങ്ങൾ കറക്റ്റായി പരിപാലിക്കുന്നു. അവർ ഏത് തലത്തിലായാലും പരിപാലിക്കും. ഇത് ഒരു വിജയിക്കാത്തവർക്ക് എന്താണെന്ന് വെച്ചാൽ 100 എക്സ്ക്യൂസസുകളാണ്, അന്ധവിശ്വാസമാണ്, അതാണ്, ഇതാണ്, കുറേ കാര്യങ്ങൾ അവർ പറയും. പക്ഷെ അവർ ലൈഫിൽ ഏത് തലത്തിൽ എത്തിയിട്ടുണ്ടാവും? വാചകം മാത്രമുണ്ടാവും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായി ചിന്തിക്കുക, രക്ഷപ്പെടണോ വേണ്ടേ? രക്ഷപ്പെട്ടവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷനെ മനസ്സിലാക്കാൻ പഠിക്കും. അപ്പൊ ഈ 100% എന്ന് പറയുന്നത് ഈ ബോധിധർമ്മ സൂത്ര ആ ടെക്നിക്സിലൂടെയാണ് നിങ്ങളെ 100%ലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്, നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ്. പൂർണ്ണമായിട്ടും അത് താല്പര്യമുള്ളവർക്ക് ഇന്നു മുതൽ നമ്മളത് പഠിക്കുകയാണ്. താല്പര്യമില്ലാത്തവർക്ക് ഇപ്പൊ തന്നെ ഇതൊന്ന് ലീവ് ചെയ്ത് പോവാം. കാരണം രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിലിരിക്കാം. അല്ലാതെ ഇതൊരു ടൈം പാസിന് വേണ്ടിയാണെങ്കിൽ അവരിവിടെ ഇരിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ഇതൊരു ശില്പശാല അല്ലെങ്കിൽ ഇതൊരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നത് നമ്മളും നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയുമായിട്ടുള്ള കണക്ടിവിറ്റിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കണക്ഷനാണ്. ബോധിധർമ്മ എന്ന പേര് പറയുന്നത് ഒരു കണക്ടിവിറ്റിയാണ്. ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് എത്തിച്ച് എക്സ്പീരിയൻസ് ചെയ്യിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിക്ക് നമ്മളൊരു ഐസ്ക്രീം കൊടുത്തു, വേറെ ഭക്ഷണം കൊടുത്താൽ അവൻ ഐസ്ക്രീമാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ്? അവൻ ആ രുചി ഇഷ്ടമാണ്. പിന്നെ അവൻ എക്സ്പീരിയൻസ്ഡ് ആണ്, അവനത് ഓട്ടോമാറ്റിക് പറയാം അത് മതി, അത് മതി. അതേപോലെ നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരു ഐസ്ക്രീം പോലെ, സന്തോഷം പോലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ബോധിധർമ്മ സൂത്ര. ഇവിടെ സയൻസ് ബിയോണ്ട് സയൻസ് ആണ്. അതായത് നമ്മുടെ രോഗങ്ങള് നമുക്ക് തന്നെ ചിന്തിച്ച് മാറ്റാം.
നമ്മൾ തന്നെ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവന്നിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് അതാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് എന്ത് രോഗം ഏത് രോഗം എന്നൊന്നുമില്ല. ദാറ്റ് ഈസ് എ പ്രോഗ്രാം ഷെഡ്യൂൾ. അത് നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തന്നെ പ്രോഗ്രാം ചെയ്യുമ്പോൾ പിറ്റേന്ന് നോക്കുമ്പോഴേക്ക് പൂർണ്ണമായും നിങ്ങളത് വിശ്വസിക്കുമ്പോൾ വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കാമെന്ന് ഗുരു പറയുമ്പോൾ ശങ്കരാചാര്യരുടെ ശിഷ്യൻ പത്മപാദര് വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കല ഓടുകയാണ് ചെയ്യുന്നത്. വൈന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഗുരുവിന്റെ വിശ്വാസം. അപ്പൊ ആ വിശ്വാസം ശിഷ്യൻ ഉണ്ടാകുന്ന നിമിഷം വെള്ളം നമ്മൾ നിലത്തൂടെ നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഗുരുവിന് വർക്കുണ്ട്. നോർമലി ആ വെള്ളം തന്നെയാണത്. അയാൾ കയറി എന്തായാലും വീഴും. അപ്പൊ വീഴാത്ത രീതിയിൽ ആ ശിഷ്യനെ വെയിറ്റ്ലെസ് ആക്കിക്കൊണ്ട് നടക്കുക. അവിടെ വെയിറ്റ്ലെസ് ആണ് പ്രധാനം. ശ്രദ്ധിക്കാൻ നിങ്ങൾ, അവിടെ ഒരു മിറാക്കിൾസ് നടക്കുന്നില്ല. അയാൾ അയാളുടെ വെയിറ്റ് ഇല്ലാതാക്കി. വെയിറ്റ് ഇല്ലാതാക്കുന്ന നിമിഷം എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിന് മേലെ കൂടെ അല്ല ഏതിന് മേലെ കൂടെ നടക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചന്ദ്രനിലേക്ക് പോകുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. എന്താണ്? അവിടെ വായുവിലാണ് നമ്മൾ. ഗ്രാവിറ്റി നമുക്ക് സയൻസ് അറിയാം. തന്നെയാണ് സയൻസ് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതറിയാൻ പഠിക്കണം. അതിലേക്ക് നമ്മളെ ഇന്നർ സയൻസ് ആണ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഗുരുമന്ത്രം, ഇഷ്ടമന്ത്രം, ആൻഷ്യൻ മന്ത്രാസ് ഒക്കെ നമ്മൾ ശരിക്കും പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ചെറിയൊരു സൂചന കൂടി തരാം. ഈ ചക്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് 7 ചക്രങ്ങൾ തന്നെയാണ് ഇതിലും പ്രധാനപ്പെട്ടത്. അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ ബാക്കിൽ ടച്ച് ചെയ്യുക, മൂലാധാരം, നട്ടിൽ രക്തം ടച്ച് ചെയ്യുക, ഫീൽ ചെയ്യുക. ദാറ്റ് ഈസ് റൂട്ട് ചക്രം. സെൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സാധനം ടേസ്റ്റ് ചെയ്യുമ്പോഴേ അതിന്റെ രുചി നമ്മളിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരാൾ ഡിപ്രസ്ഡ് ആവുന്നത് എവിടെ നിന്നാണ്? ഈ റൂട്ട് ചക്ര. ഡിപ്രഷൻ, അഡിക്ഷൻസ്, ലോൺലിനെസ്, ആൻസൈറ്റി, ഫിയർ, ഡബിൾ ഫിയർ എല്ലാം സംഭവിക്കുന്ന എവിടെയാണ്? നമ്മുടെ ഈ ചക്രങ്ങളിൽ, റൂട്ട് ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ എനർജി ലെവൽ കുറയുമ്പോഴാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അതിന്റെ എനർജി ലെവൽ കൂട്ടിയാൽ എന്താവും? ഡിപ്രഷന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അഡിക്ഷൻ ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ സെക്സ് ചക്രയിൽ കൂടെ പൂക്കളുടെ താഴെ ടച്ച് ചെയ്യാം. ദാറ്റ് ഈസ് സെക്സ് ചക്ര, സ്വാധിഷ്ഠാന ചക്രം. എന്താണത്? നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നഷ്ടപ്പെട്ട അവസ്ഥ, നിസ്സഹായ അവസ്ഥ. അതേപോലെ റീപ്രൊഡക്ഷൻ, ഫെർട്ടിലിറ്റി, ഇമോഷണൽ അൺബാലൻസ്ഡ്, നോ ഫീലിംഗ്, ഒരു ഫീലിംഗ് ഇല്ലാത്ത അവസ്ഥ. അതേപോലെ ഒരു സൂയിസൈഡ്, എന്താ പറയാ, സോഷ്യൽ ആൻസൈറ്റി, പിന്നെ ജലസി അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല, മരിച്ചാൽ മതി ചിന്തയൊക്കെ വരുന്നത് മൂലാധാരം, ഈ സെക്സ് ചക്രമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ എനർജി ഇല്ലാതാവുന്ന ഒരു നിമിഷം മുതലാണ്. അതിന്റെ ഉയർച്ച കുറച്ചുകൂടി പൂക്കളുടെ മേലേക്ക് ഒന്ന് ടച്ച് ചെയ്യും. ദാറ്റ് ഇസ് മണിപ്പൂരക ചക്രം. അപ്പൊ സ്റ്റൊമക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും ഈ ഒരു പർട്ടിക്കുലർ ഏരിയ കറക്റ്റ് ചെയ്താൽ സെറ്റിൽ ചെയ്യാൻ പറ്റും. ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, സ്റ്റൊമക് അൾസർ, ഡയബറ്റിക്സ്, തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ക്ലിയർ? അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകും? മണിപ്പൂർ കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് ശ്രദ്ധിക്കുക. എന്താണ് ഹാർട്ട്? പ്യുവർ ലവ് ആണ്. നമ്മുടെ ഹാർട്ടിന്റെ സർക്കുലേഷൻ, ഹാർട്ട് അറ്റാക്ക്, നെർവസ് ബ്രേക്ക് ഡൗൺ, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്, ഹൈപ്പർ ടെൻഷൻ, BP, കൊളസ്ട്രോൾ, ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഹാർട്ടിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്ടിവിറ്റിയാണ്. അപ്പൊ നമ്മൾ സർക്കുലേഷൻ കറക്റ്റ് ചെയ്തെന്താവും? ഹാർട്ട് നല്ല ഫങ്ഷൻ ചെയ്യും. അതേപോലെ ത്രോട്ട്, വിശുദ്ധി, ത്രോട്ട് ചക്ര ഇവിടെ ടച്ച് ചെയ്യാം. തൈറോയിഡുമായി ബന്ധപ്പെട്ട ഗ്ലാൻഡിന്റെ ലോസ് ഓഫ് ടേസ്റ്റ്, രുചി അറിയാത്തൊരവസ്ഥ. നമുക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റാത്ത സ്റ്റേജ്. എന്തുകൊണ്ടാണ്? ത്രോട്ട് ചക്ര ആക്റ്റീവ് അല്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എപ്പോഴും ഒരു സുരക്ഷിതമില്ലാത്ത അവസ്ഥ. ഇതെല്ലാം ഇതുമായിട്ട് ത്രോട്ടുമായിട്ട് കണക്ട് ആണ്. ഇവിടെ ആജിന എന്താണ്? തേർഡ് ഐ ആണത്. മൈഗ്രെയിൻ, ഹെഡേക്ക്, ഡിസിനസ്, ഇൻഫെക്ഷൻ, ഡിസീസസ്, ഇമോഷണലായ ഇഷ്യൂസുകൾ, മെന്റൽ സിംറ്റംസ്, ഇതെല്ലാം കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതോടൊപ്പം ക്രൗൺ ചക്ര എവിടെയാണത്? ക്രൗൺ, സഹസ്രാരം. ഇതിൽ പലരും ഇത് പഠിച്ച് ഉള്ള ടീച്ചർമാരും ട്രെയിനേഴ്സും ഹയർ ലെവൽ ആളുകൾ. അതാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ക്രൗൺ ചക്ര നമ്മുടെ വലത് കണ്ണുമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാ ചക്രങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഈശ്വരന്റെ സ്പിരിച്വൽ കണക്ഷനാണ്. ആക്ച്വലി സ്പിരിച്വൽ കോഡ് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ക്രൗൺ ചക്ര. കുറച്ചൊരു ക്ലാരിറ്റി കുറച്ചുകൂടി നിങ്ങൾക്ക് കിട്ടി, റൈറ്റ്? അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിന് ഞാൻ കുറച്ചുകൂടി ഡീപ്പിലേക്ക് പോകണം. റിലാക്സ്ഡ് ആവുക. ഈ മന്ത്രങ്ങള് ഇതെങ്ങനെ നമ്മളിവിടെ വരുന്ന പഠിക്കുന്നത് കൂടുതലും മന്ത്രങ്ങളിലേക്കാണ്. എന്താണ്? പൂർണ്ണമായി ശ്രദ്ധിച്ചാൽ എന്താണ് മന്ത്ര? ഈ മന്ത്രങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? മന്ത്ര സാൻസ്ക്രിറ്റ് വേർഡ് എന്താണ്? മനസ്സ്. മന്ത്ര, മനസ്സ്. ത്ര മീൻസ് ടൂൾസ് ആണ്. ടൂൾസ് ഓഫ് ചിന്തകൾ, ടൂൾസ് ഓഫ് തോട്ട് ആണ് മന്ത്രങ്ങൾ. അപ്പൊ ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സക്സസ് ആവുന്നത്.
അപ്പൊ ഈ ദീക്ഷ അല്ലെങ്കിൽ മന്ത്ര ദീക്ഷ എന്ന് നിങ്ങൾ കേട്ടു. അപ്പൊ എങ്ങനെയാണ് പണ്ട് കാലത്ത് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്? ഗുരുവിന്റെ നോട്ടത്തിലൂടെ, അതായത് ആ ശിഷ്യന്റെ എനർജി സർക്യൂട്ടിലേക്ക് നോക്കി അത് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. അത് മാത്രമല്ല, ഗുരു സ്പർശനത്തിലൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ആജ്ഞയില് ടച്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ തേർഡ് ഐയിൽ ടച്ച് ചെയ്തുകൊണ്ടും മന്ത്രദീക്ഷ കൊടുക്കും, അല്ലെങ്കിൽ സഹസ്രാരത്തില് റൗണ്ടിൽ ടച്ച് ചെയ്തുകൊണ്ടും കൊടുക്കും. ഇനി മൂന്നാമത്തെ രീതി എന്താ വെച്ചാൽ ചെവിയില് മന്ത്രദീക്ഷ കൊടുക്കുന്ന രീതി, ചെവിയിലെ ആ രഹസ്യം പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ പല രീതിയിലാണ് ഈ ഒരു സമ്പ്രദായം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മള് ബോധിധർമ്മന്റെ ആ ഒരു സീക്രട്ട് ടെക്നിക്സ്, ബോധിഗുരു ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഷാവോലിൻ ടെമ്പിൾ കേട്ടിട്ടുണ്ട്, ഷാവോലിൻ മോങ്കുകൾ. അവിടെ ബോധി മാസ്റ്ററാണ് ആദ്യത്തെ മാസ്റ്റർ ബോധിയാണ്, ഇദ്ദേഹമാണ് അത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതോടൊപ്പം നിങ്ങൾക്ക് ചെറിയ മന്ത്രങ്ങളെ പറ്റി ഞാനിപ്പോ ഇന്ന് സൂചിപ്പിച്ചു തരാം, പറഞ്ഞു തരാം. അപ്പൊ മന്ത്രങ്ങൾ എങ്ങനെ, ഈ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കും തോറും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യും തോറും നമ്മുടെ വൈബ്രേഷൻസ് കൂടാൻ തുടങ്ങും. നമ്മുടെ വൈബ്രേഷൻസ് ലെവൽ കൂടുമ്പോൾ നമ്മുടെ എനർജി ലെവലും ശക്തമായിട്ട് വരാൻ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, ഈ മന്ത്രങ്ങൾ ജപം മാത്രമല്ല, ഇനീഷ്യേഷൻ, അതായത് നമ്മളിലേക്ക് എനർജി തരുന്ന നിമിഷം അതേപോലെ അതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്, അതിന്റെ എനർജിയെ ഡബിൾ ചെയ്യുന്ന രീതികളുണ്ട്. അപ്പൊ ടീച്ചർ അത് ശിഷ്യന് കൊടുക്കുന്നതോട് കൂടിയിട്ട് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ എനർജി എത്തി അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ മന്ത്രം നമുക്ക് ഒരു സാധനയാണ്. അതൊരു 41 ദിവസം, 21 ദിവസം, 41 ദിവസം, 61 ദിവസം, 90 ദിവസം, ഇങ്ങനെയാണ് ആ സാധന ക്രമം പോകുന്നത്. അത് ലാസ്റ്റ് നമ്മൾ ഇതിന്റെ അവസാന നിമിഷം എന്താവും, നമ്മൾ പൂർണ്ണമായിട്ടും തോട്ട്ലെസ് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ തോട്ട്ലെസ്സിലേക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന ഈ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു, നിങ്ങളത് ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് അത് വരുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എന്തായാലും ഒരു കോംപ്ലിമെന്റ് ആയിട്ട് കുറച്ച് ആയിരിക്കും നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഓരോ ദൈവങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ശക്തികൾക്കും ഓരോ മന്ത്രങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ ഗോഡസ് കാളി, നിങ്ങൾ കാളിയെ പറ്റി കേട്ടിട്ടുണ്ട്. എന്താണ്? അപ്പൊ കാളിയെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ എനർജി ഊർജത്തെ ചിന്തിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രോഗ്രാംസുകളെ നമ്മുടെ ഉള്ളിലത്തെയും പുറത്തെയും നമുക്ക് മാറ്റാം. കാളിയുടെ മന്ത്രം എന്താണ്? ക്രീം, KREEM. നോട്ട് ചെയ്തോളൂ. നമ്മുടേതായ ബ്ലാക്ക് മാജിക്കൽ ഇഷ്യൂസ് മാറ്റാം, സ്പിരിറ്റ് ബ്ലോക്കേജ് മാറ്റാം, ആത്മഹത്യാ ടെൻഡൻസികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മന്ത്ര സാധന കൊണ്ടേ മാറ്റാം. ക്രീം എന്നാണ് ആ മന്ത്രത്തിന്റെ വേർഡ്, ക്രീം, KREEM. അടുത്തത് നമ്മൾ ശിവനെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശിവന്റെ മന്ത്രം ശരിക്കും പറഞ്ഞാൽ ഹ്രൂം എന്നാണ്. ഇത് സ്വിച്ച് വേർഡ് ആണ്. മന്ത്ര എന്ന് വെച്ചാൽ ഒരുപാട് മന്ത്ര ശാഖയിൽ ഒരുപാട് മന്ത്ര ഇതുണ്ട്. സഡൻ എഫക്റ്റിന് വേണ്ടുന്ന സ്വിച്ച് വേർഡ് എന്ന് വെച്ചാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എഫക്റ്റ് കിട്ടുന്ന ഒരു മന്ത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് മാത്രം. ഹ്രൂം എന്നാണ്, ഹ്രൂം. അതായത് ഒരു കടക്കണിയിൽ നിന്ന് അല്ലെങ്കിൽ മരിക്കേണ്ട ഒരു ഘട്ടം വരികയാണ്, ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരുപാട് ഇൻക്യൂറബിൾ രോഗങ്ങൾ, ഒരു രക്ഷയില്ല, ക്രോണിക് ഇഷ്യൂസുകൾ, ഡിസീസുകൾ, കർമ്മ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നാശത്തിലേക്ക് വരും, കർമ്മദോഷം എന്നൊക്കെ പറയില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഹ്രൂം. സ്പെല്ലിംഗ് ഒന്ന് പറയാമോ സർ? HROOM, ഹ്രൂം. അടുത്തത് വിഷ്ണു, നമ്മളെ ലോർഡ് വിഷ്ണു, ദം, DAM, ദം. ഹെൽത്ത്, വെൽത്ത്, പ്രോസ്പെറിറ്റി, ലോർഡ് വിഷ്ണുവിന്റെ ദം. സരസ്വതി ദേവി, ഐം, അറിവ്, എഡ്യൂക്കേഷൻ, വിസ്ഡം, കോൺസെൻട്രേഷൻ, ദം. സാർ എന്താണ് ഗമ്മോ? ദം, DAM. അത് വിഷ്ണു അല്ലേ? അതെ. സരസ്വതി അല്ലേ പറഞ്ഞത് ലാസ്റ്റ് അല്ലെ? ലോർഡ് വിഷ്ണു ദം. വിഷ്ണു. നിങ്ങൾ ഏതാ ചോദിച്ചത്? സരസ്വതി ഐം.
ആ ഐം കോൺസെൻട്രേഷൻ, എഡ്യൂക്കേഷൻ, വിസ്ഡം, ഐം. ഓക്കെ, എല്ലാവരും എഴുതിയില്ലേ? അടുത്തത് ഓം. ഓം എന്ന് വെച്ചാല് എല്ലാത്തിലേക്കുമുള്ള മാർഗമാണ്. നമ്മുടെ സോള് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. നമുക്ക് വേദനയുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഓം മന്ത്രം ജപിച്ചുകൊണ്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട വേദന കുറയാൻ തുടങ്ങും. മനഃശാന്തിക്ക്, ഓർമ്മശക്തിക്ക്, എല്ലാത്തിലേക്കുള്ള ഒറ്റമൂലിയാണ്, ടൂളാണ് ഓം. ഓം നിങ്ങൾക്ക് അറിയാം, OHM, ഓം. ഇനി ഭൈരവൻ. ഭൈരവൻ ശിവയോ? ഭൈരവൻ ഭൈരവൻ. ശിവ. ഭൈരവൻ എന്ന് കേട്ടിട്ടില്ലേ? ശിവന്റെ ഭൈരവൻ. ആ. അത് ബ്രം, BRAM, ഓം ശിവയാണ്. ഓം എല്ലാം കൂടി ചേർന്നത്. എല്ലാം ഓം എന്ന് വെച്ചാല് ഏത് കാര്യത്തിനും യൂസ് ചെയ്യാമോ? ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നൊന്നും ഓർമ്മ വന്നില്ല, ഈ മന്ത്രങ്ങളൊന്നും ഓർമ്മ വന്നില്ല. അപ്പം എല്ലാവർക്കും ഓർമ്മ വരുന്ന വേർഡാണ് ഓം. പക്ഷെ അതിന്റെ ശക്തി ആർക്കും അറിയില്ല. പക്ഷെ അത് നമുക്ക് എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യും. ഈ ഓം വെച്ചിട്ടാണ് മറ്റുള്ള മന്ത്രങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. ഓം വെച്ച് ഇത് മന്ത്രസാധന വെച്ചാൽ ഡിഫറെന്റ് ആണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, എളുപ്പപ്പണി മാത്രമാണ് ഞാൻ പറയുന്നത്. ഓം എന്ന് വെച്ചാൽ എവിടെയും യൂസ് ചെയ്യും, എവിടെയും യൂസ് ചെയ്യും. പക്ഷെ അത് ശക്തമായി കുറെ ജപ സാധന ചെയ്ത ശേഷമേ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ എത്രമാത്രം അതിനെ യൂസ് ചെയ്യുന്നു, എത്രമാത്രം അതായിട്ട് കണക്ട് ആവുന്നു, അപ്പോഴാണ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇതില് അവസാനമായിട്ട് പറഞ്ഞു തരുന്ന ഭൈരവ സാധന. ഭൈരവൻ അറിയാലോ നിങ്ങൾക്ക്, ശിവന്റെ അറിയാലോ. അപ്പൊ ആ ബ്രം, അതായത് നിങ്ങൾ ഏത് കാര്യത്തിലും സ്ട്രെങ്തൻ ചെയ്യാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ബ്രം, BRAM, ബ്രം. വിക്ടറി, ഹെൽത്ത്, ഇപ്പൊ നെഗറ്റീവ് എനർജി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പൊ ബ്രം ജപിച്ചാൽ തന്നെ ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജം മാറാൻ തുടങ്ങും. ഓക്കെ, ഈ സാധനയൊക്കെ ശ്രദ്ധിക്കും ചെയ്യേണ്ടത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു 15 മിനിറ്റ് എങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇരിക്കണം, ധ്യാനത്തിലിരിക്കണം. അപ്പോഴേ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ഭൂമി, ഇപ്പൊ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവര് എർത്ത് തത്വം, ഭൂമി തത്വമായിട്ട് കണക്റ്റഡ് ആവണം. എന്താണ് അതിന്റെ മന്ത്രം? LAM. ഇപ്പൊ നമ്മള് ശാരീരികമായി വീക്കാണ്, സാമ്പത്തികമായി വീക്കാണ്, സ്കിൻ ഡിസീസസ് എപ്പോഴും മാറുന്നില്ല, ത്വക്ക് രോഗങ്ങള്, പിന്നെ ഹെയർ ഇഷ്യൂസുകള്, പിന്നെ പഞ്ചഭൂതങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇഷ്യൂസുകൾ, 5 എലിമെന്റൽ ഇൻബാലൻസ്, അതിനൊക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലം മന്ത്രം ജപിച്ചാണ് 5 മുതൽ 20 മിനിറ്റ് വരെയെങ്കിലും ആ സാധന ഭൂമിയായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ എന്താ പറയാ, അതായത് തുണിയൊന്നും വേണമെന്നില്ല, ശരിക്കും ഭൂമിയായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരുന്നിട്ട്, ഞാൻ പറഞ്ഞത് മാറ്റോ കാൽപാദം ശരിക്കും ഭൂമിയിൽ സ്പർശിച്ചിരിക്കണം. അപ്പോഴേ റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങളുടെ എനർജി ഫീൽഡ് ചേഞ്ച് ആവും റെഗുലർ ആയിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ. നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. മന്ത്രശക്തി കൊണ്ട് നിങ്ങളുടേതായ നെഗറ്റീവ് ശക്തിനെ, നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവ് ശക്തിനെ പോസിറ്റീവ് വൈബ് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനാണ്. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, ഏത് വേണമെന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ ഹയർ ഫോംസ് ആണ്, ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് വേർഷൻസ് ആണ് ബോധിധർമ്മ സൂത്ര 2.0 വരുമ്പോൾ അതിൽ വരുന്നത്. ഇത് ബേസിക് ലെവൽ ഓഫ് ടെക്നിക്സും രീതികളാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിലും ചക്രസാധന മസ്റ്റാണ്. ചക്രങ്ങള് പൂർണ്ണമായിട്ടും കറക്റ്റ് സെറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് വരുമ്പോഴേ നമുക്കത് കറക്റ്റ് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ശ്രദ്ധിക്കുക. ഇതില് പെട്ടെന്ന് ഇപ്പൊ ഇതിലിരിക്കുമ്പോൾ തന്നെ കുറച്ച് ഇരിക്കുമ്പോൾ ചിലവർക്ക് ചില ഡിസ്റ്റർബൻസ് പോലെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോ ഇന്നത്തെ ദിവസം അമാവാസി കൂടിയാണ്, ഹൈലി പവർഫുൾ ആണ്. അപ്പോ ഞാനിന്ന് ഇതിന്റെ എനർജി എങ്ങനെ, അല്ലെങ്കിൽ ഒരു ശിഷ്യന് അല്ലെങ്കിൽ ഒരു മന്ത്രം നമ്മൾ കൊടുത്ത ആ മന്ത്ര സാധന അതോടൊപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ, എന്ത് സംഭവിക്കുന്നു വെച്ചാല് ഗുരുവിന് ശിഷ്യനിലൂടെ സംവേദിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ഉള്ളിലത്തെ പോസിറ്റീവ് വൈബിനെ കറക്റ്റ് ഉണർത്താൻ പറ്റും, കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചിന്തിക്കുന്നത് അവർക്ക് അത് മനസ്സിലാവും. അതാണ് ടെലിപ്പതി പോലുള്ള സംഭവം.
അതിനാണ് നമ്മൾ ഗുരുസാധനം ചെയ്യുന്നത്. ഗുരുവും ശിഷ്യനും അല്ലെങ്കിൽ ശിഷ്യയും ആ ചിന്തയിലേക്ക് എത്താം. അതാണ് ഗുരു പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനർജി ഫോമിലാണ്. ഗുരു ജീവനോട് ഇരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഗുരുവിന്റെ എനർജി ഫോമിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും ഇപ്പൊ പെയിൻ തോന്നുകയാണെങ്കിൽ ഒന്ന് പറയാം, നമുക്കത് ആ രീതിയിലേക്ക്. ഓക്കെ, എവിടെയാണ് പെയിൻ? പെയിൻ എവിടെയാണെന്ന് പറയും. ബാക്ക് ഹെഡിന്റെ അവിടെ ഒരു പെയിൻ വരുന്നുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പേ ഉണ്ടായിരുന്നു. ഓ ശരി ശരി ശരി, ബാക്ക് ഹെഡ്. പിന്നെ വേറെന്താ അസ്വസ്ഥതയുള്ള? പിന്നെ ബ്രീത്തിങ്ങിന് ചെറിയൊരു വയറിനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഇഷ്യൂ. ഞാൻ രാവിലെ പറഞ്ഞത് വയറിൽ വെള്ളം കുടിക്കുന്നില്ല. വെള്ളം എനിക്ക് കുടിച്ചിട്ടുണ്ടോ? കുടിച്ചു തുടങ്ങിയില്ലേ? വെള്ളം ശരിയല്ലേ? ഓക്കെ ഓക്കെ. തലയുടെ ബാക്കില് ഒരു പോലെ അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. ഒന്ന് എണീറ്റ് നിൽക്കുമോ സമയം? എണീറ്റ് നിൽക്കാൻ പറ്റും? എണീറ്റ് നിൽക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അവര് എണീറ്റ് നിൽക്കുകയാണെങ്കിൽ അപ്പൊ അവർക്ക് അവരുടേതായ കോൺഫിഡൻസ് ലെവലിന് വേണ്ടിയിട്ടാണ് എണീറ്റ് നിൽക്കാൻ പറയുന്നത്. ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക, കൈയൊക്കെ ഒന്ന് വെറുതെ വിടുക. ഇത് നമുക്ക് ഒരു സെക്കൻഡിന്റെ അല്ലെങ്കിൽ ഒരു മിനിറ്റിന് എടുക്കണ്ട ഈ വേദനയെ മാറ്റാൻ വേണ്ടി. പക്ഷെ നിങ്ങൾക്ക് അത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. കണ്ണടച്ചോളൂ സുമിൻ, കണ്ണടച്ചോളൂ. ഇത് ബോധിധർമ്മ ശക്തി കവചാണ്. ബോധിധർമ്മന്റെ എനർജിയെ നമ്മൾ ഈ തരുന്ന മന്ത്രത്തെ ഇതിലേക്ക് സാധകം ചെയ്യുന്ന ഒരു രീതിയാണ്. വളരെ സിമ്പിൾ ആണ്. എത്ര ഡിസ്റ്റന്റ് ആയിരുന്നാലും നമ്മുടേതായ പവർ മുഴുവൻ നമുക്ക് ഇതിലേക്ക് സമാഹരിക്കാൻ പറ്റും. ബോധിധർമ്മ സൂത്ര കഴിയുന്ന നിമിഷം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇതില് എല്ലാ എനർജിയും കറക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, കുങ്ഫുവില് അവർ പല മൂവ്മെന്റുകൾ ഇങ്ങനെ പല രീതികൾ ചെയ്യാറാണ്. എനർജി ഫോമിനെ നമ്മുടെ രണ്ട് കൈകളിലൂടെ എനർജിനെ എടുത്തിട്ട് ആ ഒരു ബോൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പല പല രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ശത്രുവിനെ ജസ്റ്റ് പ്രസ് ചെയ്യുന്ന നിമിഷം ശത്രുവിന് ടച്ച് ചെയ്യാതെ തന്നെ പ്രസ് ചെയ്താലും ശത്രു തെറിച്ചു പോകും. ശത്രുവിലേക്ക് എത്ര ആംഗിളിൽ പവർ കൊടുക്കും. ഇവിടെ നമ്മൾ ശത്രുവല്ല, മീൻസ് എന്താ വെച്ചാൽ നമ്മുടെ എനർജി സോഴ്സിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് ഫോഴ്സിനെ നമ്മൾ അകറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോഴ്സ് എത്ര വേണമെങ്കിൽ ഇതില് സമാഹരിക്കാൻ പറ്റും. നമ്മുടെ ബോഡിക്ക് ദർ ഇസ് എ ലിമിറ്റേഷൻസ്. എനർജി ബോഡിക്കാണെങ്കിലും ഫിസിക്കൽ ബോഡിക്കാണെങ്കിലും മെന്റൽ ബോഡിക്കാണെങ്കിലും ദർ ഇസ് എ ലിമിറ്റേഷൻസ്. പക്ഷെ സാധകനെ നമുക്ക് ഈ എനർജിനെ ഇതിലേക്ക് എക്സസ്, നമ്മുടെ കവിഞ്ഞ് വരുന്ന എക്സസിനെ എന്ത് ചെയ്യാം? എനർജി ഡെയിലി കഴിഞ്ഞാൽ ഇതിലേക്ക് സമാഹരിക്കാൻ പറ്റും. അപ്പൊ ആ സമാഹരിച്ച ഊർജ്ജത്തിന് നമുക്ക് എപ്പോൾ എമർജൻസി ആവശ്യത്തിന് ഇദ്ദേഹത്തിലേക്കല്ല നമുക്ക് ഹീൽ ചെയ്യാൻ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം, വേറെ ആളുടെ ആവശ്യത്തിലേക്ക് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, ഞാൻ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഈ ഒരു നിമിഷം തന്നെ ഞാനൊരു ഇൻസ്ട്രക്ഷൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹം ചെയ്യാൻ തുടങ്ങും. നോക്കിക്കോളൂ. വിട്ടുകൊടുക്കുക ശ്രമിക്കും, വിട്ടുകൊടുക്കുക, ബലം കൊടുക്കണം, വിട്ടുകൊടുക്കുക. ഓക്കെ, ഇപ്പൊ ബാക്ക് എങ്ങനെയുണ്ട്? കഴുത്തൊന്ന് തിരിക്കുക. കഴുത്തൊന്ന് വേദന പോയി സാർ, വേദന ഇല്ല. തല താഴ്ത്തു, സൈഡിലേക്ക്.
ഓക്കെ അല്ലേ? ഫ്രീ ആയില്ലേ? അതെ അതെ അതെ. അത് നേരത്തെ ഒരു ചെറിയൊരു തോട്ട് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് ക്ലീൻ ആ ആയിട്ടുണ്ട്. സ്റ്റിഫ്നെസ് മാറി. മാറി ആ മാറി. സ്റ്റിഫ്നെസ് മാറി. ഓക്കെ, ഫ്രീ ആയി. നിങ്ങൾ കുറച്ച് വെള്ളം എന്തായാലും കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. ബോഡി ഓവർ ഹീറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു അസ്വസ്ഥതയുണ്ട്. പിന്നെ ഹൈ സ്ട്രെസ് ഉണ്ട് എപ്പോഴും. ഉം. അപ്പൊ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യണം കേട്ടോ. മൈൻഡിൽ വേറെ എന്താണ് ഇപ്പൊ തോന്നിയത്? സാർ ഒരു ലൈറ്റ് ആയതുപോലെ തോന്നി, വെയിറ്റ് കുറഞ്ഞിട്ടൊരു ആ ഭാഗത്തൊക്കെ ഒരു ഉം. ലൈറ്റ്നെസ് തോന്നി. അല്ല അതൊക്കെ അത് കഴിഞ്ഞിട്ട് വല്ലതും കിട്ടിയോ? അല്ല ഇൻഫർമേഷൻ കിട്ടിയോ? എന്തെങ്കിലും തോന്നിയോ? എന്തോ ഒരു അവരൊന്ന് സംസാരിക്കാൻ നിൽക്കുന്ന പോലെ തോന്നി, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതന്നെ അത് അവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചത് മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നതാണ് ചിന്തിച്ചത്. അതെ അതെ. അതാണ് ഒരു അബദ്ധം പറ്റിയത്. ഞാനൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ കേൾക്കുന്നില്ല. ഞാനത് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്ന ചിന്തിച്ചു. അതെ. അതുകൊണ്ടാണ് അത് കേൾക്കാണ്ടിരുന്നത്. അപ്പൊ എന്നെ മനസ്സിലായി. ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ അറിയോ? അയ്യോ, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്താണ്, എനിക്ക് ഇത് അസുഖമാണോ, രോഗമാണോ, എനിക്ക് പ്രശ്നങ്ങളാണോ എന്നൊക്കെ ചിന്തിക്കും. അത് ചിന്തിച്ചു. അവരതല്ല, അവര് ചിന്തിക്കുന്ന ഒന്നുമില്ല. അവര് നിങ്ങൾക്ക് എന്താ കാണിക്കുന്നത്, മാറുമോ മാറില്ലേ എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചത്, അയ്യോ ഇവരൊക്കെ അതിനെപ്പറ്റി എന്ത് ചിന്തിക്കും, എനിക്കിത് ഇതാണോ അതാണോ എന്നത്. അതല്ല, നമ്മൾ അതാണ് പറഞ്ഞത്, സറണ്ടർ ചെയ്യും. ഞാനത് വെയിറ്റ്ലെസ് ആവാൻ പറഞ്ഞില്ലേ? നിങ്ങളുടെ വെയിറ്റ്ലെസ് ആവാൻ പറയുന്നത് അതിനാണ്. നിങ്ങൾ റിലാക്സ്ഡ് ആവുക. നമ്മൾ ശാന്തമാവുമ്പോഴേ, നമ്മൾ ഒരു വെള്ളത്തിന്റെ അവിടെയാണെങ്കിലും വെള്ളം കറക്റ്റ് എന്താ പറയാ, ശാന്തമാവുമ്പോഴേ നമുക്ക് അടുത്തിട്ട് പോലും കാണാം. ആ വെള്ളം അനങ്ങിയാലോ ചളി വെള്ളം മൊത്തം മിക്സ് ആയി. അപ്പൊ എന്താവും, നമുക്ക് സാധാരണ ഒരു പാത്രത്തിലുള്ള അഴുക്ക് പോലും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെയല്ലേ സമുദ്രത്തിന്റെ എന്താ പറയാ, കലങ്ങി മറിയുന്ന വെള്ളത്തിനെ കാണാൻ പറ്റും. അതാ പറഞ്ഞ് റിലാക്സ്ഡ് ആയാൽ നമുക്ക് ഫുൾ ഉള്ളിലേക്ക് പോകാം. നിങ്ങൾ റിലാക്സ് ആകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കാണ് വരുന്നത്, നിന്റെ ഡിവൈൻ എനർജിയാണ് വരുന്നത്. അപ്പൊ ഞാൻ തരുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് ടെലിപ്പതി പോലെ കേൾക്കാം. സിമ്പിളാണത്, സിമ്പിൾ തിയറിയാണ്. തെറ്റല്ല ഞാൻ പറഞ്ഞത്. റിലാക്സ്ഡ് ആണ്. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബ്രീത്ത് ചെയ്യാൻ പറയില്ലേ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പറയാൻ. എന്തിനാ വെച്ചാൽ നമ്മുടെ ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കും, എടുക്കുന്നത് ശ്രദ്ധിക്കും. ചിലർ കഷ്ടപ്പെട്ട് എടുക്കില്ല. അതൊക്കെ അതിനിടയിൽ എന്താണ്, അവര് ശാന്തമാവാൻ തുടങ്ങും. അപ്പൊ ഞാനൊരു അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്സ് എല്ലാവർക്കും കാണിച്ചത്. അപ്പൊ ഞാൻ ചെയ്ത് വിജയിച്ചു. അതായത് ഞാൻ പറഞ്ഞെന്താ, വേദന ഞാൻ മാറ്റി. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? വേദന ശ്രദ്ധിക്കുക. താങ്ക് യു ശ്രീമൻ, താങ്ക് യു. ഇദ്ദേഹത്തിന്റെ വേദന നമുക്ക് സെക്കൻഡിനുള്ളിൽ മാറ്റി. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ ഇദ്ദേഹം അനുവദിക്കണം. അത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഞാനൊരു മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജ് കിട്ടണമെങ്കിൽ അദ്ദേഹം റെഡി ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ മെസ്സേജ്, ഞാനിപ്പോ ഒരു മെസ്സേജ് ഇതിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് നമ്മുടെ മൊബൈലിൽ കിടക്കുന്നുണ്ട്. അത് ഓപ്പൺ ആക്കി നമ്മൾ എടുക്കണ്ടേ? അത് എടുക്കേണ്ടത് നമ്മളാണ് എടുക്കേണ്ടത്, ഞാനല്ല. ഞാനാണ് പാസ് ചെയ്ത് കഴിഞ്ഞു. അത് കിട്ടി, ഇദ്ദേഹത്തിന് കിട്ടി. പക്ഷെ ഇദ്ദേഹം കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞത്. വലത് കൈയിലൊരു ഫീലിംഗ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് അത്രേ ഉള്ളൂ. നിങ്ങളുടെ വലത് കൈ ഉയർത്താൻ പറഞ്ഞതാണ് ഞാൻ. ഇത്രയേ ഉള്ളൂ സംഭവം. വലത് കൈ ഉയർത്തൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിനു മുമ്പ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന 4 പേർക്ക് ആ മെസ്സേജ് റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ഉയർത്തുന്നില്ല, ഞാൻ അതുകൊണ്ട് പാസ് ചെയ്തില്ല. ഞാനൊരു മെറാക്ലസ് പോലെ കാണിക്കാന്ന് വെച്ചിട്ട് 4 പേർക്ക് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പറഞ്ഞു മനസ്സിലായി? അപ്പൊ നിങ്ങള് എന്റെ മൈൻഡ് അത് കേട്ട് ഓപ്പൺ ആയപാട് ഞാനത് പ്രസ് ചെയ്യും. പക്ഷെ നിങ്ങൾ മനസ്സ് തുറക്കുന്നില്ല. നിങ്ങളാകെ ഹറിബറിയായിട്ട് പറച്ചുകൊണ്ടിരിക്കുക. അതായത് മനസ്സാണ്, അതൊക്കെ മനസ്സാണ്. ഞാൻ പറഞ്ഞു വരുന്ന റിയാലിറ്റിയാണ്. ഇതിപ്പോ റിയലായിട്ട് നമ്മളത് ഷെയർ ചെയ്യണം. അപ്പൊ 4 പേർക്ക് ഇതിൽ അതേ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അവരോട് കുറേ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. കാരണം കുറച്ചൊരു രസമാക്കുമ്പോൾ സ്പിരിച്വൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ സാർ എനിക്കത് ഞാൻ കൈ പൊക്കണോ എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ഫ്രീ ആവുക, പറഞ്ഞതനുസരിക്കുക. നമ്മൾ കഴിഞ്ഞൊരു കോഴ്സിൽ നമ്മുടെ ഒരു ചെന്നൈയിലുള്ള ഒരാൾ അദ്ദേഹത്തിന് ഇതേപോലെ കൊടുത്തു. അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞാണ്. അദ്ദേഹം വാശി പിടിച്ചിട്ട്, അതേ ഇതിലുണ്ടോന്ന് എനിക്കറിയില്ല, വാശി പിടിച്ചിട്ട് പറഞ്ഞു എന്റെ കയ്യിൽ ഇങ്ങനെ ഭയങ്കര എനർജി ഫോം ചെയ്യുന്നുണ്ട്, ഞാൻ വിടില്ല എന്ന്. വിട്ടില്ലെങ്കിൽ ആർക്കും കുഴപ്പം. അതായത് നമ്മൾ ഈശ്വരന് സറണ്ടർ ചെയ്യണം. കറക്റ്റ്. അപ്പൊ വാശി പിടിച്ചിരിക്കും, ഞാൻ വിടില്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. ആ എനർജി ഫീൽ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബോധിധർമ്മന്റെ കാലത്ത് അടുത്ത ആഴ്ചയിൽ കൊടുങ്കാറ്റ് വരും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ശത്രുക്കള് അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴേ അവർ പറയും. കാരണം അദ്ദേഹത്തിന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോഴേ ഗ്രാമക്കാരത്ത് പറയും, ആൾക്കാർ വരുന്നുണ്ട്, റെഡി ആയിരുന്നോളാൻ പറയും. അതെങ്ങനെയാണ്?
അവർ റെഡി ആവുകയാണ്, അവർ ചിന്തിക്കുകയാണ്. അപ്പൊ ആ സെൻസേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രകൃതിയായിട്ട് മെർജ് ചെയ്യണം, ഫ്രീ ആവണം. നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് ആരും ഈശ്വരനെ വിട്ടുകൊടുക്കേണ്ടത്. ഈശ്വരനെ വിട്ടുകൊടുക്കുമ്പോൾ ഇൻഫർമേഷൻ വരാൻ തുടങ്ങും. അതേപോലെ നമ്മുടെ ബിസിനസ് ആണെങ്കിൽ, നമ്മുടെ ലൈഫിലാണെങ്കിൽ അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് നേരത്തെ അറിയാൻ തുടങ്ങും. നമ്മൾ വാശി പിടിച്ചത് കേൾക്കില്ല. നമ്മൾ 100 ചിന്തകളായി കിടക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഇൻഫർമേഷൻസ് ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ആക്സിഡന്റ് ആവുന്നു. എങ്ങനെയാണ്? വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, ഇന്ന് പോയാൽ പണി കിട്ടുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ പോകണ്ടെന്നല്ല പറയുന്നു. നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, ഈശ്വര എന്നെ രക്ഷിക്കണം, എന്റെ കൂടെ ഉണ്ടാവണം, യൂണിവേഴ്സ് എന്നെ സഹായിക്കണം എന്ന് ഒരു 3 വട്ടം റിപ്പീറ്റ് ചെയ്ത പ്രശ്നം തീർന്നു. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ടെക്നിക്സ് ആണ്. അതാണ് ഞാൻ സുവിന്റെ പറഞ്ഞ റിലാക്സ്ഡ് ആവുക, ബലം കൊടുക്കാതിരിക്കുക, ശാന്തമാവുക, സ്വസ്ഥമാവുക എന്നാണ്. ഓക്കെ, അടുത്ത നമുക്കിതില് ഓരോരുത്തർക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിത് പറയുന്നത്. സിമ്പിൾ ആണ്. നമ്മളിപ്പോ വേദന മാറ്റാനേ പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ എന്റെ ടെക്നിക്സ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ബോധിധർമ്മന്റെ സൂത്ര എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതേപോലെയാണ് ഇൻസ്ട്രക്ഷൻ തരുന്നത്. ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഇതേപോലെയാണ്. അവരുടെ ഉള്ളത്തെ രോഗത്തിനെ നമ്മൾ മാറ്റുകയാണ്. അപ്പൊ അവർ വാശി പിടിച്ചിരുന്ന എന്താവും? അത് അവിടെ തന്നെ നിൽക്കും. അവർ വിട്ടുകൊടുത്ത എന്താവും? അത് ഏത് രോഗം ആയിക്കോട്ടെ. ഡയബറ്റിക് ആണെങ്കിൽ പാൻക്രിയാസ് തനിയെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഷുഗർ നമ്മൾ ലാബിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? ബാലൻസ്ഡ് ആയി. എന്താണ്? അവർ വിട്ടുകൊടുത്തു, അവരുടെ പാൻക്രിയാസ് വർക്ക് ചെയ്തു. അത് ഏത് ഇഷ്യൂലും നമുക്ക് സെയിം റിസൾട്ട് ഉണ്ടാക്കാം. അപ്പൊ ബിസിനസ് ആണെങ്കിലും ബിസിനസിന്റെ ബ്ലോക്ക് എടുത്തു കളഞ്ഞു, ഇഷ്യൂസ് എടുത്തു കളഞ്ഞു, മണി ബ്ലോക്കേജ് എടുത്തു കളഞ്ഞു. പക്ഷെ അവർ തയ്യാറാവണം. എന്താണ് അവര്? ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞാൻ നേരാവില്ല എന്ന് വിചാരിച്ചാൽ അവര് രക്ഷപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് ഉറപ്പിക്കുക യെസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. പറയും മേഡം, പ്രശ്നം മേഡം പറയും, എന്താ പറഞ്ഞ? സാർ, അപ്പോ എന്റെ കൈ ഇങ്ങനെ നീണ്ടു വന്ന് ബ്ലസ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ അറിയാതെ ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പോ ഞാൻ അതാണ് സിബിൻ അത്ര. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് എത്താം. ആ ഇൻസ്ട്രക്ഷൻ എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അത് അറിയാതെ സംഭവിക്കും, അദ്ദേഹത്തിനുള്ളതല്ല. അത് ബോധിയാണ്, ബോധിധർമ്മനാണ് കൊടുക്കുന്നത്. ബോധിധർമ്മന്റെ ഊർജ്ജത്തെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ ബോധിധർമ്മന്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നവർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും, സെൻസ് ചെയ്യാൻ പറ്റും. അത് സത്യമാണ്, പൂർണ്ണമായും സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. അത്ര സാർ, നമ്മൾ അതിലേക്ക് അതുപോലെ പറയൂ. ആ ബോധി കവചം സാർ എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോ അതിൽ നിന്ന് ഒരുപാട് പവർ വരുന്നുണ്ടായിരുന്നു സാർ. അല്ല, അതിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഈ എനർജി, അതായത് ഞാൻ കൂടുതൽ ആളുകൾ ഒരു പ്രോഗ്രാമിന് വേണമെന്ന് പറയുന്നത്. അപ്പോഴേ എല്ലാവർക്കും ഒരുപാട് ആളുകളുണ്ട്. അപ്പോഴേ എനർജി ഫീൽ ചെയ്യാൻ പറ്റും അവർ. ഇത് ശരിക്കും എടുത്ത് ആക്കുമ്പോൾ തന്നെ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നിലേക്ക് വരുന്ന എക്സസ് എനർജി, ഇപ്പൊ എന്റെ എനർജി കൂടുതൽ വന്നാൽ ഞാൻ എന്റെ ശരീരത്തിൽ കൊടുത്താൽ ബുദ്ധിമുട്ടാണ്, ശരീരം പെട്ടെന്ന് നശിക്കും. അത് പോസിറ്റീവ് ആണെങ്കിൽ, ഇപ്പൊ സൂര്യന്റെ ഊർജ്ജം നല്ലതാണെന്ന് വെച്ച് ഉച്ച നേരത്ത് പോയിരുന്നാലോ ടയർഡായി പോകും. പക്ഷെ രാവിലെ ഇരുന്നാലും വൈകിട്ടിരുന്നാലും കൂളിംഗ് ആവും. അത് കരുതി നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ പോയിട്ട് വാശി പിടിച്ചിരുന്നാല് നമ്മൾ കരിഞ്ഞു പോകും. അപ്പൊ അതേപോലെ ആ ഊർജ്ജത്തിനെ മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ക്യാഷ് നമ്മുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളത് വീട്ടിൽ വെച്ചിട്ടൊരു കാര്യമില്ല, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ ഈ എനർജിനെ, സ്പിരിച്വൽ എനർജിനെ ഈ ബോധിധർമ്മ എനർജിയിലേക്ക്, ഇത് അതിന്റെ ഫേസ് കണ്ടില്ലേ, ബോധിധർമ്മ ഫേസ്, അദ്ദേഹത്തിന്റെ എന്താ പറയുക, വാഹനം, നായി, അങ്ങനെ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു ഇതാണ്. ഇത് അവിടെ നിന്ന് ടിബറ്റിൽ അവിടെ നിന്ന് കൊണ്ടിരിക്കുന്നതാണ്. അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഒരു 10-20 ദിവസമോ ഒരു സാധനം ഓർഡർ ചെയ്ത് കിട്ടണമെങ്കിൽ അത് മെഷീൻ അല്ല, ഹാൻഡ് മാനുഫാക്ചറിങ് ആണ്. നല്ല രസകരമായ സംഭവമാണിത്. അപ്പൊ ഇതിന്റെ ടെക്നിക്സ് ഉണ്ട്. അത് പക്ഷെ ബോധിധർമ്മ സൂക്ത അല്ലെങ്കിൽ ടെക്നിക്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ആയ എനർജി ലെവൽ, നമ്മുടേതായ ശക്തമായ എനർജി ഫീൽഡ് കറക്റ്റ് ചെയ്യുന്നതാണ് ബോധിധർമ്മ കവചം എന്ന ഈ ടെക്നിക്സ്. ഇതുമായി ബന്ധപ്പെട്ട മെഡിറ്റേഷൻസ് ഉണ്ട്. നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിനെ കട്ട് ചെയ്യാനും ഇതിലൂടെ പറ്റും. അങ്ങനെ ടെക്നിക്സ് നിങ്ങളിലേക്ക് പഠിപ്പിച്ചു തരും. പിന്നെയാണ് ബോധിധർമ്മ മഹാഗുരു എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. അപ്പോഴേക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഓരോ ചക്രങ്ങള് സെറ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് 10 മടങ്ങ് 100 മടങ്ങ് നമുക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാം. ക്ലിയർ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വി വിൽ ഷെയർ ദാറ്റ് ഇസ് വൈ ഐ ഷെയർ ദ എക്സ്പീരിയൻസ്. അപ്പോ ശ്രുബിൻ, താങ്ക് യു ശ്രുബിൻ, നമസ്കാരം. ഓക്കെ സാർ, അത് എനിക്ക് കറക്റ്റ് പൊക്കണോന്നുള്ളത് തോന്നി, പക്ഷെ പൊക്കണോ തോന്നി ആലോചിച്ചോണ്ടിരിക്കില്ല. യു ഷുഡ് ഡു ഇറ്റ്.
മനസ്സിലായില്ലേ? ഓക്കെ അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. വെയിറ്റ്ലെസ് ആവുക, നിങ്ങൾ റിലാക്സ്ഡ് ആവുക. അപ്പൊ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞാണെങ്കിൽ നമുക്ക് നാടകം കളിക്കായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ നാടകമല്ല കളിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് റിയാലിറ്റിയാണ്. അതിനു വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എന്താവും? ഇരുന്നു ഞാൻ പറഞ്ഞതാ കൈ പൊന്തിച്ചു മാജിക് എന്നൊക്കെ പറഞ്ഞു. അതല്ല, റിയാലിറ്റിയാണ്. ഇത് പ്രകൃതിയിൽ സംഭവിക്കുന്നതാണ്. അതാണ് മെന്റലി ഫ്രീക്വൻസി. അതാണ് ഇതിനെ ടെലിപ്പതി എന്നൊക്കെ പറയും. ഇതിന്റെ വേറൊരു വേർഷനാണ് ടെലിപ്പതി. മനസ്സിലായി? അത് സാരില്ല, അത് സാരില്ല. അത് സാരില്ല. ആ വേദന മാറിയില്ലേ? നമ്മളുടെ വേദനയിലാണ് ഫോക്കസ്. അത് ശരി. മാറി, ക്ലിയർ, ഹാപ്പി. അത്രേ ഉള്ളൂ. നമ്മൾ അതിലൊന്നും ഫോക്കസ് ചെയ്യണ്ട. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് വൈബിലാണ് അതെല്ലാം. നിങ്ങളുടെ അക്സെപ്റ്റൻസ് ആണ് ഇതിൽ പ്രധാനം. ശ്രദ്ധിക്കുക, നിങ്ങളുടെ അക്സെപ്റ്റൻസ് പൂർണ്ണമായും നിങ്ങൾ ആ ഗുരുവിനോടുള്ള സറണ്ടറിങ് ആണ്. അപ്പൊ റിലാക്സ് ആയിരുന്ന നിങ്ങളിലേക്ക് അതെല്ലാം കിട്ടും. അത് വിഷനായി കിട്ടും. ഇപ്പൊ ഇവർക്ക് തന്നെ പ്രസന്ന മേഡത്തിന് അത് കാണാൻ പറ്റും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലർക്ക് കാണാൻ പറ്റും, ചിലർക്ക് കേൾക്കാൻ പറ്റും, ചിലർക്ക് അറിയാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് ആ ഡെവലപ്മെന്റ് ആണ് അവർക്ക് സംഭവിച്ചു. അതാണ് ഞാൻ ചിന്തിക്കുമ്പോഴേക്ക് അവർക്ക് അത് മനസ്സിലായി സംഭവം. ഞാൻ എനിക്കറിയായിരുന്നു, ഞാൻ അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ചിന്തിക്കുമ്പോഴേക്ക് അവർ ചെയ്യും. പക്ഷെ അപ്പൊ തെറ്റിദ്ധരിക്കും ആൾക്കാർ, ഇവര് പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ അതാണ് ഞാൻ അതുകൊണ്ടാണ് അത് അവര് എനിക്ക് ഫസ്റ്റ് മനസ്സിലായി. ഇതിൽ ഞാൻ ആദ്യം ചിന്തിക്കുമ്പോഴേക്കും ആർക്ക് പിടിയിട്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് പറയാത്തെന്താ വെച്ചാല് നമുക്ക് ഇതിലിരിക്കുന്നവർക്കും കാര്യം ബോധ്യം വരണം, അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ സ്പോട്ടിൽ ഞാനിതിപ്പോ ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് മനസ്സുകൊണ്ട് അവര് ചെയ്യും. കാരണം അവര് ഈശ്വരനായിട്ട് ഗുരുവായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് കണക്ടിവിറ്റി. ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഇതൊക്കെ പറയുന്നത്. കണക്ടിവിറ്റിയാണ് പ്രധാനം. അപ്പൊ അതിലേക്ക് എത്തുന്തോറും നമ്മൾ കറക്റ്റ് ആവും. നിങ്ങൾക്കെല്ലാം കിട്ടി, പക്ഷെ നിങ്ങൾ അത് അതിലേക്ക് ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചത് മറ്റുള്ളവരിലേക്കാണ്. അല്ലെ? പിന്നെ അങ്ങനെ ഒരു വിഷയമുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ? ഇപ്പൊ ഓഫീസിലാണെങ്കിലും പെട്ടെന്ന് ആരെങ്കിലും, അല്ലെ, ശരിയല്ലേ, ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതാണ്. അതല്ല, അത് ആരും ശ്രദ്ധിക്കില്ല. ഇക്കാലത്ത് ആർക്കും ശ്രദ്ധിക്കാൻ നേരം. ഇപ്പൊ ശ്രമിക്കും താടി വെച്ചോ മുടി വെച്ചോ ഒന്നും ആരും നോക്കില്ല. ആർക്കും സമയമില്ല. എല്ലാവരും ബിസിയാണ്. നമ്മളിട്ട് അവർ നോക്കണം. എന്ത് അവർ നോക്കുന്നുണ്ടോ? നോക്കണോ? അപ്പാണ് അവർ നോക്കുന്നത്. ഇവരെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നിട്ടാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താ? അവര് നമ്മളെ നോക്കണം. അവർ നോക്കണമെന്നില്ല, അവർക്കൊന്നും സമയമില്ല. അല്ലെ? ഉണ്ണികൃഷ്ണൻ സാറ് താടി വെച്ച ഭാര്യ ശ്രദ്ധിക്കണം, താടി വെച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എന്താണ് ഉണ്ണികൃഷ്ണൻ സാർ ചിന്തിക്കും, അയ്യോ ഞാൻ ഷേവ് ചെയ്തിട്ടില്ല, ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നൊക്കെ വെച്ച് ഒരാൾ ശ്രദ്ധിക്കില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ശ്രദ്ധിക്കും. ഒരാൾക്ക് താല്പര്യമില്ല. ഉണ്ണികൃഷ്ണൻ സാർ ഇട്ട ഷർട്ട് ഇതൊന്നും ആരും നോക്കില്ല. പക്ഷെ നമ്മളായിരിക്കും, അയ്യോ ഒന്നും നല്ല ഷർട്ട് ഇട്ടില്ലായിരുന്നു. ഇതാണ് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യും. അതിന് പകരം നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മൾ വൃത്തിയിൽ എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് പോകണം. അത്രേ ഉള്ളൂ. ഇതൊരു മിസ്റ്റിക് ഫാമിലി ഗ്രൂപ്പാണ്. എല്ലാവർക്കും, പുതിയ ആളുകൾക്കും പഴയ ആളുകൾക്കും സ്വാഗതം. നാളെ മോർണിംഗിൽ മെഡിറ്റേഷൻ സാധന ഉണ്ടാവും 6 to 6:30. പിന്നെ ഈവനിങ് സെഷൻസുകളിലാണ് ക്ലാസ്സുകൾ വരുന്നത്. അത് 8 മണിക്കാണ് തുടങ്ങുന്നത്. 8 to 9 അല്ലെങ്കിൽ 9 to 10 അങ്ങനെയുള്ള രീതികളിൽ. ഇപ്പോൾ റേക്കി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതേപോലെ ലാമഫറയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ബോധിധർമ്മ സൂത്ര ഏകദേശം കഴിയാറായി, ലാമഫറ കഴിയാറായി, റേക്കിയുടെയും ഒരാഴ്ച കൂടി ഉണ്ടാവും. അപ്പോൾ ഏത് ക്ലാസ്സിനും ഉള്ളതും അഡ്മിനായിട്ട് അല്ലെങ്കിൽ PRM ആയിട്ട് കണക്ട് ആവുക. ഹീലിങ്ങിന് നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതും കണക്ട് ചെയ്യുക. പെയ്ഡ് ഹീലിംഗ് ആണ്. പെയ്ഡ് ഇല്ലാത്തത് ഉണ്ട്, പക്ഷെ അത് സ്ലോ ആയിരിക്കും, പതുക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. മറ്റേത് പേയ്മെന്റ് ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് പേര് ചെയ്യുന്നതാണ്. അവർക്ക് അതിൻ്റെതായ ഷെയർ പോകും. ആ ചെയ്യുന്നവർക്ക് കൊടുക്കുക തന്നെ വേണം. എന്നാലേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മളൊരു പേയ്മെന്റ് ചെയ്യുക എന്താ വെച്ചാൽ റിസൾട്ടാണ് അവിടെ. പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ റിസൾട്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ അത് റിസൾട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള രീതികൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, രോഗങ്ങളാണോ, ബ്ലോക്കുകളാണോ, മണി ഇഷ്യൂസ് ആണോ, എന്തോ ആയിക്കോട്ടെ, അതിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ട്. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, പ്ലീസ് കണക്ട് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോട് കൂടി അവസാനിപ്പിക്കാം. സർവശക്തനായ ദൈവമേ, ഗുരുക്കന്മാരെ, മഹാഗുരുക്കന്മാരെ, ബോധിധർമ്മ സിദ്ധർ, ബുദ്ധർ, മഹാഗുരുജി മേലിംഗ്, ആർക്കേഞ്ചൽ മൈക്കൽ, റാഫേൽ, ഗബ്രിയേൽ, യൂറിയൽ, എല്ലാ മലക്കുകളെ, മാലാഖമാരെ, ദേവന്മാരെ, ദേവതകളെ, എല്ലാ സോഴ്സുകളോടും നന്ദി പറയുന്നു. ഈ ഒരു പ്രോഗ്രാം സൂപ്പർ സക്സസ് ആക്കിയതിനും ഇതിൽ പങ്കെടുത്ത ഓരോ സോളിനും ഞാൻ നന്ദി പറയുന്നു, നമസ്കാരം പറയുന്നു. കാരണം നിങ്ങളില്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം വിജയിക്കില്ലായിരുന്നു. നിങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ക്ഷമ, ഈ 1 മണിക്കൂർ 1.25 മണിക്കൂർ നേരം നിങ്ങൾ എന്നെ സഹിച്ചു ക്ഷമിച്ച് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ, എന്തായാലും നല്ലതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇതിൽ താല്പര്യമുള്ളവരൊക്കെ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. See you tomorrow. Thank you.